D2020. Simple present tense can be used to talk about things that have already been fixed. അതായത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങൾ, ഓൾറെഡി ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടെ പറയാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഓൾറെഡി നടക്കുമെന്ന് നമ്മൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് ഓക്കെ ഈ പരിപാടി നടത്തണം എന്ന് ഫിക്സ് ചെയ്തൊരു കാര്യം വച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഇവന്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യപ്പെടും, ഇത് നമുക്ക് ചെയ്യണം എന്ന് ഫിക്സ് ചെയ്ത് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പരീക്ഷ 6 മണിക്ക് തുടങ്ങും. പരീക്ഷ 6 മണിക്ക് തുടങ്ങും. ഇത് എന്താണ്? ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് പരീക്ഷ 6 മണിക്ക് തുടങ്ങും എന്നുള്ള കാര്യം. അപ്പം നമുക്കിതിനെ എന്ത് യൂസ് ചെയ്ത് പറയാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. ഇവിടെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? പരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പരീക്ഷയാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പം പരീക്ഷ തുടങ്ങും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ വേർബ്. ദ എക്സാം, പരീക്ഷ, ദ എക്സാം തുടങ്ങും. സ്റ്റാർട്ട് എത്ര മണിക്കാണ്? 6 AM. അപ്പോൾ ഇവിടെ പരീക്ഷ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. പരീക്ഷകൾ എന്നല്ല, പരീക്ഷ എന്നാണ് നമ്മൾ പറയുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്റ്റാർട്ട് എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ദ എക്സാം സ്റ്റാർട്ട്സ് എത്ര മണിക്കാണ്? 6 മണിക്ക്. അറ്റ് 6 AM. ദ എക്സാം സ്റ്റാർട്ട്സ് അറ്റ് 6 AM. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് 10 മണിക്ക് പുറപ്പെടും. ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെല്ലാം ഇത് കേൾക്കുന്നതാണ്. ഫ്ലൈറ്റ് 10 മണിക്ക് പുറപ്പെടും. ഇവിടെ നമ്മൾ എന്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫ്ലൈറ്റ് പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഓൾറെഡി ടൈം ടേബിൾ ഇട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യേണ്ട, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് പറയാം. സോ ഫ്ലൈറ്റ് 10 മണിക്ക് പുറപ്പെടും. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഫ്ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫ്ലൈറ്റ്. അപ്പോൾ വേർബ് എന്താണ്? പുറപ്പെടും. ലീവ്, അതാണ് വേർബ് എന്ന് പറയുന്നത്. പുറപ്പെടുക എന്ന് വെച്ചാൽ ലീവ്, അതാണ് ഇംഗ്ലീഷ് വാക്ക്. അപ്പം സബ്ജക്റ്റ് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ഓക്കെ, പ്ലൂറൽ ആണ്. ഫ്ലൈറ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ദ ഫ്ലൈറ്റ് പുറപ്പെടും. ലീവ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് എസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ലീവ്സ്. ദ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് എത്ര മണിക്കാണ്? 10 o'clock. ദ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 10 o'clock. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഫ്യൂച്ചറിലാണ് നടക്കാൻ പോകുന്നതെങ്കിൽ പോലും നമുക്ക് അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് പറയാവുന്നതാണ്.